അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലു മങ്ങു നിശബ്ദമായി. അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലു മങ്ങു നിശബ്ദമായി. വന്നവർ വന്നവർ നാലുകെട്ടിൽ തങ്ങി നിന്നുപോയി ഞാൻ നിഴലുകൾ മാതിരി. കത്തുന്നു കാറ്റിൻ്റെ കാണാത്ത കൈകളിൽ എത്തിപ്പിടിക്കാൻ നിലവിളക്കിൻ തിരി. ഇത്തിരി ചാണകം തേച്ചവറും നിലത്തച്ഛനുറങ്ങാൻ കിടന്നതെന്തിനിങ്ങനെ? പച്ചപ്പിലാവില തൊപ്പി മെടഞ്ഞുകൊണ്ടച്ഛൻ്റെ ചാരത്തിരുന്നതോർക്കുന്നു ഞാൻ. 4 വയസ്സു തികഞ്ഞില്ലെനിക്കെഴുത്തോലകളെല്ലാം ഉരുവിട്ടു തീർത്തു ഞാൻ. ആര് വന്നാലും കിളി പോലെ ഞാൻ ചൊല്ലും ആ മുതൽ ഇക്ഷ വരയ്ക്കുള്ള വാർത്തകൾ. അന്നെനിക്കൊട്ടും മനസ്സുഖമില്ലെൻ്റെ ചന്ദന പമ്പരം ഇങ്ങോ കളഞ്ഞുപോയി. വീട്ടിനകത്തു കരഞ്ഞു തളർന്നമ്മ വീണുപോയി നീരം വെളുത്ത നീരം മുതൽ. വാരിയെടുത്തെന്നെ ഉമ്മ വെച്ചമ്മയെന്നോരോന്നു ചൊല്ലി കരഞ്ഞതോർക്കുന്നു ഞാൻ. നൊമ്പരം കൊണ്ടു വീതുമ്പി ഞാനിൻ കളിപ്പമ്പരം കാണാതിരുന്നതു കാരണം. വന്നവർ വന്നവർ എന്നെ നോക്കിക്കൊണ്ടു നിന്നു നെടുവീർപ്പിടുന്നതെന്തിനിങ്ങനെ? ഒന്നും എനിക്കു മനസ്സിലായില്ല, അച്ഛനിന്നുണരാത്തതും ഉമ്മ തരാത്തതും. ഒച്ചയുണ്ടാക്കുവാൻ പാടില്ല ഞാനെൻ്റെ അച്ഛനുറങ്ങി ഉണർന്നെണീക്കും വരെ. പച്ചപ്പിലാവില തൊപ്പിയും വെച്ചുകൊണ്ടച്ഛൻ്റെ കൺപീലി മെല്ലെ തുറന്നു ഞാൻ. പെയ്തു തോരാത്ത മിഴികളുമായി എൻ്റെ കൈതട്ടി മാറ്റി പതുക്കയങ്ങാതുലൻ. എന്നെ ഒരാൾ വന്നെടുത്തു തോളത്തിട്ടു കൊണ്ടുപോയി, കണ്ണീരയാളിലും കണ്ടു ഞാൻ. എന്തുകൊണ്ടാണച്ഛൻ ഇന്നുണരാത്തതെന്ന് എന്നെ എടുത്തയാളോടു ചോദിച്ചു ഞാൻ. കുഞ്ഞിൻ്റെ അച്ഛൻ മരിച്ചുപോയെന്നയാൾ നെഞ്ചകം പിന്നി പറഞ്ഞു മറുപടി. ഏതാണ്ടപകടമാണച്ഛനെന്നോർത്തു വേദനപ്പെട്ടു ഞാനൊന്നാശ്വസിച്ചു പോയി. ആലപ്പുഴയ്ക്ക് പോയെന്നു കേൾക്കുന്നതു പോലൊരു തോന്നലാണുണ്ടായതപ്പോഴും. ആലപ്പുഴയ്ക്ക് പോയി വന്നാൽ എനിക്കച്ഛൻ ഓറഞ്ച് കൊണ്ടെത്തരാറുള്ളതോർത്തു ഞാൻ. അച്ഛൻ മരിച്ചതേയുള്ളൂ, മരിക്കുന്നതത്ര കുഴപ്പമാണെന്നറിഞ്ഞില്ല ഞാൻ. എന്നിട്ടും മങ്ങി മുറിക്കകത്തെന്തിനാണമ്മ കരയുന്നതിപ്പോഴും? ചാരത്തു ചെന്നു ഞാൻ ചോദിച്ചിതമ്മയോടാരാണു കൊണ്ടേ കളഞ്ഞതിൻ പമ്പരം. കെട്ടിപ്പിടിച്ചമ്മ പൊട്ടിക്കരഞ്ഞുപോയി, കുട്ടനെയിട്ടേച്ചു പോയതെന്തിങ്ങനെ? അച്ഛനുണ്ടപ്പുറത്തിത്തിരി മുമ്പു ഞാൻ അച്ഛനെ കണ്ടതാണെന്നുത്തരം നൽകി ഞാൻ. അമ്മ പറഞ്ഞു, മകനി നമുക്കിനി നമ്മളേ ഉള്ളൂ, നിന്നച്ഛൻ മരിച്ചുപോയി. വെള്ളമൊഴിച്ചു കുളിപ്പിച്ചൊരാൾ പിന്നെ
വെള്ളമുണ്ടിട്ടു പുതപ്പിച്ചതച്ഛനെ. താങ്ങിപ്പുറത്തേക്കെടുത്തു രണ്ടാളുകൾ, ഞാൻ കണ്ടു നിന്നു കരയുന്നു കാണികൾ. അമ്മ ബോധം കെട്ടു വീണുപോയി, തൊട്ടടുത്തങ്ങീ പറമ്പിൽ ചിതാഗ്നിതൻ ജ്വാലകൾ. ആ ചിതാഗ്നിക്കു വലം വെച്ചു ഞാൻ എന്തിനച്ഛനെ തീയിൽ കിടത്തുന്നു നാട്ടുകാർ. ഒന്നും എനിക്കു മനസ്സിലായില്ലപ്പോഴും ചന്ദന പമ്പരം തേടി നടന്നു ഞാൻ. ഇത്തിരി കൂടി വളർന്നു ഞാൻ ആരംഗം, ഇപ്പോഴോർക്കുമ്പോൾ നടുങ്ങുന്നു മാനസം. ഇന്നന്തരാത്മാവിനുള്ളിലെ തീയിൽ വെച്ചെങ്ങും എന്നോർമ്മ ദഹിപ്പിക്കുമച്ഛനെ. ഇന്നന്തരാത്മാവിനുള്ളിലെ തീയിൽ വെച്ചെങ്ങും എന്നോർമ്മ ദഹിപ്പിക്കുമച്ഛനെ. താങ്ക് യു.